പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായില്ലേ റെസിൻ വർക്കൊക്കെ ചെയ്തിട്ട്. നമുക്കിന്ന് സിമ്പിളായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ബീച്ച് വർക്ക് ചെയ്യാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് MDFന്റെ ഫ്രെയിമാണ്. അതിനായി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ഔട്ട്ലൈൻ ഇടുകയാണ് ആദ്യം ചെയ്യുന്നത്. ാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് 282 മാംഗനീസ് ബ്ലൂ ഹ്യൂ ആണ്. നെക്സ്റ്റ് വൺ 071 സെറൂലിയൻ ബ്ലൂ ഹ്യൂ ആണ്. രണ്ട് കളേഴ്സും ജോയിൻ ചെയ്യുന്നിടത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഞാൻ എടുക്കുന്നത് കൊബാൾട്ട് ടീൽ 057 ആണ്. മൂന്ന് കളേഴ്സും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായി ഞാൻ ചെയ്യുന്നത് ബാക്കി സ്പേസിലേക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് സാൻഡ് ഇടുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ബീച്ച് സാൻഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രാഫ്റ്റ് സാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സാൾട്ട് യൂസ് ചെയ്തും നമുക്ക് സാൻഡ് ഉണ്ടാക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായി നമുക്ക് റെസിൻ യൂസ് ചെയ്യാം. അതിനായി ഞാനിവിടെ 2:1 എന്നുള്ള റേഷ്യോയിലാണ് റെസിൻ എടുക്കുന്നത്.
റെസിൻ 2ഉം ഹാർഡ്നർ 1ഉം ആണ് 2:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിംഗ് റെഡി ആയാലേ നമ്മുടെ വർക്ക് റെഡി ആവുള്ളൂ. മിക്സിംഗ് റെഡി ആയാൽ റെസിൻ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലേക്ക് മാറും. മിക്സിംഗ് ടൈമിൽ ഇതിനകത്ത് ബബിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനെ കളയാൻ വേണ്ടി ഞാനിവിടെ ഒരു ലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ബബിൾസ് റിമൂവ് ചെയ്യാതെ നമ്മുടെ റെസിൻ യൂസ് ചെയ്താൽ അത് നമ്മുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യും. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി സ്പ്രേ ഒക്കെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പായി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിന് കൊടുത്ത സെയിം കളർ റെസിനിൽ ആഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിന് മുകളിൽ ഒഴിക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ട് ഞാൻ സെയിം പ്രൊസീജിയറാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ സാൻഡിൻ്റെ മുകളിലൊക്കെ റെസിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ സാൻഡിൻ്റെ മുകളിലായി വെക്കാൻ വേണ്ടിയിട്ട് ക്ലേ വെച്ച് ഒരു ടേർട്ടിലും ഒരു ബോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണ്ടവർ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി കാണിക്കാം. നെക്സ്റ്റ് സാൻഡിന് മുകളിൽ സ്റ്റോണും ഷെല്ലും വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. ഇനി വൈറ്റ് കളറിൽ കുറച്ച് റെസിൻ ആഡ് ചെയ്ത് കുറച്ച് വേവ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ബ്ലെൻഡ് ചെയ്യാനായി ഞാനിവിടെ ഒരു ഹീറ്റ് ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ റെസിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രിസർവേഷൻ ആണെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഷെല്ലിൻ്റെയൊക്കെ മുകളിലായി ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ മൂസ് ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ബാക്കി വന്ന റെസിനൊക്കെ ഞാൻ ഷെല്ലിൻ്റെ മുകളിലും ടേർട്ടിലിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് ഈ വർക്ക് ഞാൻ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.